ആയുധങ്ങൾ അമ്പലത്തിൽ വെക്കാതെ ഒരു കയ്യിൽ വാളും മറുകൈയിൽ കാവിക്കൊടിയുമായി വന്നിട്ടാണ് മോഹനൻ സഖാവിനെ നിങ്ങൾ വെട്ടിയെറിഞ്ഞത്. അതിന്റെ തൊട്ടുമുമ്പുള്ള വിഷുവിനാണ് പൊയ്രൂരിലെ വിനോദനെ നിങ്ങൾ കൊന്നതെങ്കിൽ അതിനും തൊട്ടുമുമ്പുള്ള വിഷുവിനാണ് കുത്തുപറമ്പിലെ പി ബാലനെ നിങ്ങൾ കൊന്നത്. അതിനിടയിൽ തന്നെയാണ് ശബരിമലക്ക് മാലയിട്ട ആയിത്തറ വിജേഷ് എന്ന ഡിവൈഎഫ്ഐക്കാരനെ നിങ്ങള് വെട്ടിക്കൊന്നത്. ഈ നാടിനകത്ത് എത്രയോ ആളുകള്. അതിനു മുമ്പാണ് കണ്ണൂരിലെ പറച്ചിയുടാമരക്കാരൻ സഖാവ് പി ജയരാജന്റെ കൈകൾ നിങ്ങൾ വെട്ടിയെടുത്തത് തിരുവോണ നാളിലാണ്. എല്ലാ ആഘോഷങ്ങളും എല്ലാ ഉത്സവങ്ങളും ഞങ്ങളെ കൊല്ലാനുള്ള ആയുധങ്ങളുമായിട്ട് നിങ്ങള് കേരളത്തിന്റെ മുക്കിലും മൂലയിലും പതുങ്ങിയിരിക്കുകയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പേടിയില്ലാത്തത്, ഞങ്ങൾക്ക് പേടിയില്ലാത്തത് ഈ ഭരണം കിട്ടിയിട്ടും നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ കൊന്നൊടുക്കുന്നത്. പിണറായിലെ ധർമ്മടത്താണ് രവീന്ദ്രനെ ബോംബെറിഞ്ഞ് കൊന്നതെങ്കിൽ, എങ്ങണ്ടിയൂരിലെ ശശികുമാറിനെയാണ് നിങ്ങളെ പിന്നീട് കൊന്നതെങ്കിൽ, പയ്യന്നൂരിലെ ഡിവൈഎഫ്ഐയുടെ നേതാവ് സഖാവിനെ ധനരാജിനെ നിങ്ങൾ പിന്നീട് വെട്ടിക്കൊന്നതെങ്കിൽ, നിങ്ങൾ കരുതുന്നത് ഞങ്ങളെ ഡിവൈഎഫ്ഐക്കാരെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇല്ലാതാക്കിയാൽ ഈ പ്രസ്ഥാനത്തെയും ഈ സംഘടനയും തകർക്കാൻ പറ്റും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ ഒരു ഡിവൈഎഫ്ഐക്കാരനെ രക്തസാക്ഷിയാകുമ്പോ ആ രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്നും ആ സമയത്ത് തെറിച്ചു വീണ ചോരത്തുള്ളികളിൽ നിന്ന് ആയിരക്കണക്കിന് പുതിയ ഡിവൈഎഫ്ഐക്കാർ കേരളത്തിന്റെ മണ്ണിൽ ഉയർന്നു വരുന്നുണ്ട് എന്ന നല്ല ബോധ്യം ഞങ്ങളെ കൊല്ലുന്നവർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഡിവൈഎഫ്ഐയുടെ പതാകയിലേക്ക് ഓരോ വർഗീയവാദിയും സൂക്ഷിച്ചു നോക്കുക. അവിടെ ചുവന്ന ഒരു നക്ഷത്രത്തെ നിങ്ങൾ കാണാം. ഞങ്ങളെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു പോയ നിങ്ങളാൽ കൊല്ലപ്പെട്ട ഞങ്ങളുടെ ധീര രക്തസാക്ഷികളുടെ രക്തമാണ് ആ ചുവന്ന് തുടുത്ത നക്ഷത്രമായി തിളങ്ങി വിളങ്ങി നിൽക്കുന്നതെങ്കിൽ അതിനെ നോക്കിയിട്ടാണ് ഓരോ ഡിവൈഎഫ്ഐക്കാരനും ഇൻകുലാബിന്റെ ധ്വനികള് വാലിലേക്ക് മുഷ്ടി ചുരുട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊണ്ടപൊട്ടുമാറുച്ചത്തിൽ വിളിക്കുന്നതെങ്കിൽ അവസാനത്തെ ഡിവൈഎഫ്ഐക്കാരന്റെ കയ്യിൽ നിന്ന് ആ ശുഭ്രപതാക ഊർന്ന് താഴെ വീഴുന്നത് വരെ ഈ നാടിന്റെ വർഗീയതയെ എതിർക്കാൻ, മതനിരപേക്ഷതയ്ക്ക് കാവലാളാകാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മുദ്രാവാക്യങ്ങളായി ഏറ്റെടുത്ത് സമര പോരാട്ടത്തിനിറങ്ങാൻ, നിങ്ങൾക്ക് രക്തം ആവശ്യമുള്ളപ്പോൾ രക്തമായും, നിങ്ങൾക്ക് കണ്ണാവശ്യമുള്ളപ്പോൾ കണ്ണുദാനം ചെയ്തും, നിങ്ങൾക്ക് അവയവങ്ങൾ ആവശ്യമുള്ളപ്പോൾ അവയവങ്ങൾ നൽകിയും ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. ആ ഞങ്ങൾക്ക് ഡിവൈഎഫ്ഐക്ക് ഈ നാടിന്റെയാകെ പിന്തുണയുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. സഖാക്കളെ, അഭിവാദ്യങ്ങൾ.